പച്ചമുളക് ചെടികൾ അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. പക്ഷേ ഇലകൾക്കൊന്നൊരു ഉശിര് പോരാ. പലതും ഒരു നിറം മങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ചില ഇലകൾക്കൊന്നും ഒരു കളറ് പോരാ. നല്ല വെയിലത്താണ് നിൽക്കണേ. അപ്പോൾ ശരിക്കും നല്ല പച്ചയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചില മുളക് കണ്ടില്ലേ വളഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വളം ചെയ്യാൻ തീരുമാനിച്ചു. സൈഡിൽ നല്ല ചാലുണ്ടാക്കി. എന്നിട്ട് ആദ്യം കുറച്ച് വേപ്പിൻ പിണ്ണാക്കം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിട്ടെടുത്തു. കുറച്ച് കീടങ്ങളിൽ നിന്നൊക്കെ കുറച്ച് രക്ഷിക്കാൻ കഴിവുള്ളതാണ് വേപ്പിൻ പിണ്ണാക്കെന്നാണ് പറയുക. പിന്നെ ആ ചാലിൽ കുറേ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടെടുത്തു. ഇത് കുറച്ച് സൂം ചെയ്തെടുത്തതാണ്, അതുകൊണ്ടാണ് മണ്ണൊക്കെ വളരെ വലുതായിട്ട് കാണുന്നത്. ചാണകപ്പൊടി അതാ സൂം മാറ്റി. അവിടെ ഒരു ചെത്തിച്ചെടിയും കൂടി ഉണ്ട് കേട്ടോ. മണ്ണിട്ട് മൂടിയിട്ട് മറ്റേ സൈഡിലേക്ക് ചാലെടുത്തു. കുറച്ചും കൂടെ അങ്ങേ ഭാഗത്തേക്ക് കുറേ ചാലെടുത്തു. എന്നിട്ട് ആ സൈഡിലും കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിന് ഓപ്പോസിറ്റ് ഒരു സൈഡും കൂടി ഉണ്ട്. അവിടെ പക്ഷേ ഞാനൊരു പുതിയ അഡീനിയൻ ചെടി വെച്ചിട്ടുണ്ട്. ചെടിയല്ല, കമ്പ് കെട്ടുണ്ട്. അത് വാടി കിടക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ട് മറ്റേ സൈഡിൽ അങ്ങനെ ചാലുണ്ടാക്കി മണ്ണിടാൻ പറ്റില്ല. ആ ചെടി എന്താ ആവുന്നതെന്ന് അറിയില്ല. എങ്ങാനും രക്ഷപ്പെടുമോയെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ ദിവസമായിട്ട് വാടി കിടക്കുകയാണ്. നല്ല മഴ കിട്ടി അതാ അവിടെ ഒരു കുറ്റി കാണാം, അഡീനിയത്തിൻ്റെ മുളകിൻ്റെ കുറ്റിയുടെ അപ്പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മുളക് ചെടികൾ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ല ഉശിരായിട്ട് വളരുന്നു. എന്നിട്ട് വിളവ് തുടരുമെന്ന്. വിളവ് ഇപ്പോഴും ഉണ്ട്. ആവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടുന്നുണ്ട്. കുറച്ചല്ലേ ഇവിടെ ആവശ്യമുള്ളൂ.